ഡോക്ടർ അരുൺകുമാറിന് ജാമ്യം. ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനമാണ് പോലീസും സർക്കാരും ഏറ്റുവാങ്ങിയത്. അതിന്റെ ഡീറ്റെയിൽസ് ഇങ്ങനെയാണ്. പ്രധാന ചാനൽസിലൊക്കെ വാർത്ത വരുന്നേ ഉള്ളൂ. ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് നമുക്ക് തന്നെ പറയാം. ഡോക്ടർ അരുൺകുമാറിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസിൽ സർക്കാരിനും പോലീസിനും ഹൈക്കോടതിയുടെ അതിരൂക്ഷ വിമർശനം. മാതാപിതാക്കൾക്കും പെൺകുട്ടിക്കും പരാതി ഉണ്ടോ എന്ന് ഹൈക്കോടതി ചോദിച്ചു. ആർക്കുമില്ലാത്ത പരാതി സർക്കാരിന് എന്തിനെന്ന് ഹൈക്കോടതി അതിരൂക്ഷമായ ഭാഷയിൽ കുഞ്ഞികൃഷ്ണൻ സാറിന്റെ ബെഞ്ചാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ചോദിച്ചു. മാധ്യമപ്രവർത്തകനെതിരെ കേസെടുത്തത് എന്തിനാണ്, എന്തടിസ്ഥാനത്തിലാണ്? പ്രഥമ ദൃഷ്ട്യാ കുറ്റം നിലനിൽക്കില്ലല്ലോ എന്ന് ഹൈക്കോടതി പറഞ്ഞു. എന്തിനാണ് ഇത്തരം കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത്? പബ്ലിസിറ്റിക്ക് വേണ്ടിയാണോ നിങ്ങൾ ഈ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത്? കോടതിയുടെ വാക്കുകളാണ്. ഡോക്ടർ അരുൺകുമാറിനെ സ്വന്തം ജാമ്യത്തിൽ വിടണമെന്ന് നിർദ്ദേശം. ഡോക്ടർ അരുൺകുമാർ നൽകിയ, ഷാബാസ് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ഉത്തരവ്. കടുത്ത വിമർശനമാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ സാർ ഉന്നയിച്ചിരിക്കുന്നത്. ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണനെ പോലെ സത്യസന്ധനായ ഒരു ജഡ്ജിക്ക് അത് പറയാൻ കഴിയും. കാരണം ഭ്രാന്താണിത്. എന്തുതരം ഭ്രാന്താണ് ഈ പോലീസുകാർ കാണിക്കുന്നത്? അതായത് ഏതെങ്കിലും ഇരിക്കുന്ന ഒരുത്തൻ വേറെ ആരുടെയെങ്കിലും മോളുടെ അച്ഛൻ്റെ അമ്മയ്ക്കോ ഉള്ള മോൾക്ക് ഇവനാണോ കയറി ഈ പോക്സോ കൊടുക്കേണ്ടത്? ഈ പോക്സോ എന്നൊക്കെ പറഞ്ഞാൽ എന്ത് സീരിയസ് വകുപ്പാണ്. അതായത് കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നല്ല നിയമങ്ങളെ ഇങ്ങനെ ദുരുപയോഗം ചെയ്യുന്ന ആൾക്കാരാണ് യഥാർത്ഥത്തിൽ ഈ നാട്ടിലെ പ്രശ്നക്കാർ. എന്നിട്ട് അരുണിനെ കളിയാക്കാനും മോശം പറയാനും ഒരുപാട് ആൾക്കാർ. യഥാർത്ഥത്തിൽ നീതിയുടെ വിജയമാണ്. ഒരു പുരുഷനും കൂടെ വിജയിച്ചിരിക്കുകയാണ്. അരുണിന് ഏറ്റവും സന്തോഷം, അല്ലെങ്കിൽ അരുൺ അങ്ങനെ വിജയിച്ചത് ഏറ്റവും സന്തോഷമായി കാണുന്നു. അരുണിനോട് എനിക്ക് ഒരു കാര്യത്തിൽ യോജിപ്പില്ല. പക്ഷെ അരുണിനെ വേട്ടയാടാൻ പോലും നമ്മൾ സമ്മതിക്കല്ലേ. അരുണിനെ ഒരു പുരുഷനെ വേട്ടയാടാൻ സമ്മതിക്കല്ലേ. അതുകൊണ്ട് ഇന്ന് നല്ലൊരു ദിവസമാണ്. ഷാരോണിന് നീതി കിട്ടി, ഗ്രീഷ്മയ്ക്ക് തൂക്കുകയറ് കിട്ടി, അരുണിന് അതിശക്തമായ രീതിയിൽ കോടതിയുടെ അനുകൂലമായ പരാമർശങ്ങളും മുൻകൂർ ജാമ്യവും കിട്ടി. ഇത് ഓരോ പുരുഷന്റെയും ഓരോ മനുഷ്യന്റെയും വിജയമാണ്. നിയമ സംവിധാനത്തിന്റെ വിജയമാണ്. നീതിയുടെ വിജയമാണ്. ഇത് മുഖ്യധാരാ ചാനലുകളൊന്നും വാർത്ത കൊടുക്കില്ല. പകരം നമ്മളടക്കമുള്ള ആൾക്കാർ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കണം. അതുകൊണ്ട് അരുൺകുമാറിന് എല്ലാവിധ പിന്തുണയും ഈ വിഷയത്തിൽ. അരുണ് നാളെ നമ്മുടെ പഴയടന്നും പൂതിരെ ആക്രമിക്കുമ്പോഴും സുരേഷ് ഗോപി ചേട്ടനെ ആക്രമിക്കുമ്പോഴും എന്നെ ആക്രമിക്കുമ്പോഴും ഒക്കെ നമുക്ക് തിരിച്ച് അരുണിനെ അപ്പം പറയാം. പക്ഷേ അപ്പം പറയാൻ അരുണെന്ന ശക്തനായ നമ്മുടെ മാധ്യമപ്രവർത്തകൻ വേണം. ഈ കള്ള പോക്സോ കേസിൽ അകത്ത് പിടിച്ചിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. എനിക്ക് സന്തോഷം വളരെയധികമുണ്ട്. ഇതുപോലത്തുള്ള കള്ള കേസുകൾ നമ്മുടെ നാട്ടിൽ ഇല്ലാതാകണം. ഇവിടെ ആണുങ്ങൾക്കും ജീവിക്കാൻ അവകാശമുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. എനിക്ക് ഈ കേസിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങളത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പരമാവധി ആൾക്കാരിൽ എത്തിക്കണം. ഏതെങ്കിലും അരുണിനെ ഈ സോക്കോൾഡ് വനിതാ പ്രവർത്തകർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഏതെങ്കിലും അരുണിനെ ഈ ലിബറലുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഏതെങ്കിലും ഈ സോക്കോൾഡ് മതേതര ലിബറൽ നെഹ്റുവിയൻ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അവരൊന്നും സപ്പോർട്ട് ചെയ്യില്ല. കാര്യം അവർക്ക് ധർമ്മമില്ല, അവർക്ക് ശരിതെറ്റുകളില്ല, അവർക്ക് അവരുടെ പ്രത്യയശാസ്ത്രം മാത്രമേ ഉള്ളൂ. നമ്മൾ അങ്ങനല്ല. നമ്മൾ സത്യത്തിന്റെ കൂടെ, നീതിയുടെ കൂടെ, ന്യായത്തിന്റെ കൂടെ, ധർമ്മത്തിന്റെ കൂടെ നിൽക്കണം. സത്യമേ വിജയത്തെ. വളരെ സന്തോഷം.